الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيه اسمه ويسبح له فيها بالعدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ഇതിൻ്റെ തജ്വീദ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, അവിടെ ഞാൻ അതിലേക്ക് പ്രവേശിക്കണില്ല. അർത്ഥം പറഞ്ഞോളി. ഫി ബുയൂത്തിൻ എന്താ? വീടുകളിൽ അല്ലേ, മന്ദിരം വീട് എന്നൊക്കെയാണുള്ളത്. ഫി എന്ന് പറഞ്ഞാൽ ആ മന്ദിരത്തിലാണ്. അവിടെ നമ്മൾ രണ്ട് ആശയമാണ് പറഞ്ഞത്. ഫി ബുയൂത്തിൻ ചില മന്ദിരത്തിലാണ് അല്ലെങ്കിൽ ചില വീടുകളിലാണ് ആ പ്രകാശം ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദിവ്യപ്രകാശം ഉള്ളത് അല്ലെങ്കിൽ സത്യസന്മാർഗം ഉള്ളത് ചില വീടുകളിലാണ്. ഇനി ആ വീടിൻ്റെ പ്രത്യേകത പറയാൻ, ആ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്ന പള്ളിയാണ്, അത് വിശദീകരിക്കും. അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അതിന എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഉത്തരവ് നൽകുക. അദാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? ബാങ്ക് എന്താണ്? നമസ്കാര സമയമായി എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഇത് അദാൻ എന്ന് പറയുന്നത്. വിളംബരം എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു വിളംബരം ചെയ്തിരിക്കുന്നു, ഉത്തരവ് ചെയ്തിരിക്കുന്നു. എന്തിനാ ഉത്തരവ് നൽകിയത്? അൻ തുർഫ എന്ന് പറഞ്ഞാൽ കെട്ടി ഉയർത്താൻ, കെട്ടിപ്പൊക്കി ഉയർത്താൻ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്നാൽ ആ മന്ദിരത്തിൻ്റെ അടിത്തറ കെട്ടിപ്പൊക്കാൻ എന്നാണ് അവിടെ റഫ എന്ന പദത്തിനുള്ള അർത്ഥം. അതിനെയാണ് ഇവിടെയും അൻ തുർഫ, ആ പള്ളികൾ ഉയർത്തപ്പെടണം. പിന്നെ വയുദ്കറ ഫീഹസ്മുഹു, അള്ളാഹുവിൻ്റെ നാമം ആ പള്ളികളിൽ ഉച്ചരിക്കപ്പെടുകയും വേണം, സ്മരിക്കപ്പെടുകയും വേണം. പിന്നെ ആ പള്ളീൻ്റെ പ്രത്യേകത യുസബ്ബിഹു ലഹു, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്തുതികീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീഹ, ആ പള്ളികളിൽ ബിൽ ഖുദുവ്വി വൽ ആസാൽ, രാവിലകളിലും. ഖുദുവ്വ് പറഞ്ഞാൽ ഖദാത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. വൽ ആസാൽ, അസ്വീൽ എന്നതിൻ്റെ ബഹുവചനമാണ് ആസ്വാൽ, വൈകുന്നേരങ്ങളിൽ. അപ്പം രാവിലകളിലും പ്രഭാതങ്ങളിലും പിന്നെ വൈകുന്നേരങ്ങളിലും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കാനുമാണ് ആ പള്ളി. റിജാലുൻ, യുസബ്ബിഹു എന്ന് പറഞ്ഞതിൻ്റെ ഫായിലാരാ? തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ്? റിജാലുൻ, ഒരു വിഭാഗം ആളുകൾ. റിജാലുൻ എന്ന് പറഞ്ഞാൽ ഏതാനും ചില ആളുകൾ, പിന്നെ ചില വിശ്വാസികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വിശ്വാസികളുടെ സ്വഭാവം എന്താണ്? ലാ തുൽഹീഹിം, അവർക്ക് തടസ്സമാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിച്ചു കളയുന്നില്ല. ലഹുവ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ ശരിക്കാർത്ഥം എന്താ? ശ്രദ്ധ തിരിച്ചു കളയുന്ന. അൽഹ, നമ്മളിപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തെറ്റിക്കണതിനാണ് എന്ത് പറയുക? അൽഹ എന്ന് പറയുന്നത്. അപ്പോൾ ലാ തുൽഹീഹിം, അവരെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നില്ല. എന്ത്? തിജാറത്തുൻ, കച്ചവടം. വലാ ബൈഉൻ, എന്താ? കച്ചവടം തന്നെയല്ലേ. എന്താ രണ്ട് പദവും വ്യത്യാസമുള്ളത്? ബൈ എന്ന് പറഞ്ഞാൽ വിവർത്തനം ചെയ്തപ്പോൾ ക്രിയവിക്രയം എന്നാ പറഞ്ഞത്. തിജാറത്ത് എന്ന് പറഞ്ഞാലോ കച്ചവടം. ക്രിയവിക്രയം തന്നെയല്ലേ കച്ചവടം എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ മലയാളത്തിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? എന്താ വ്യത്യാസം പിന്നെ? പറഞ്ഞുതരാം. വലാ ബൈഉൻ അൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ക്രിയവിക്രയമോ കച്ചവടമോ അവർ ശ്രദ്ധ തിരിച്ചു കളയുന്നില്ല. പിന്നെ വ ഇഖാമിസ്സലാത്ത്,
നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും വഈതാഇ സകാത്ത് സകാത്ത് കൊടുത്തു വീട്ടുന്നതിൽ നിന്നും. പിന്നെ അവരുടെ പ്രത്യേകത, ആ പള്ളികളിലുള്ള പിന്നെ വിശ്വാസികളായ ആളുകളുടെ പ്രത്യേകത യഖാഫൂന, അവർ ഭയപ്പെടുന്നു. എന്തിന്? യൗമൻ, ഒരു ദിവസത്തെ, ഒരു ദിനത്തെ, തതഖല്ലബു ഫീഹി, ആ ദിവസത്തിൽ പിന്നെ മാറിമറിയുന്നു. എന്ത്? അൽ ഖുലൂബ്, ആ ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നു അല്ലെങ്കിൽ മാറിമറിയുന്നു. വൽ അബ്സാർ, കണ്ണുകളും പിന്നെ എന്ത് ചെയ്യുന്നു? മാറിമറിയുന്നു, തിരിച്ചു വരാം. ഫീ ബുയൂത്തിൻ, ഏതാനും ബൈത്ത്, പിന്നെ ഇന്ന വീട് എന്നാണോ പറഞ്ഞത്? അല്ല, ഏതാനും ചില വീടുകൾ എന്നാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പള്ളികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളികളാണ്. ഇന്നൽ മസാജിദ ബുയൂത്തുല്ലാഹി ഫിൽ അർദ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പള്ളികൾ എന്ന് പറയുന്നത് ഈ പിന്നെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വീടുകളാണ്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പിന്നെ പ്രകാശം നൽകുന്ന, അതിൻ്റെ ആളുകൾക്ക് പ്രകാശം നൽകുന്നത് പോലെ, ഭൂമിയിലുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെ എന്ത് ചെയ്യണം? ഈ പള്ളികളും മനുഷ്യ ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകുന്നുണ്ട് എന്നാര് പറയാണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ഉപയോഗിച്ച പദം ബുയൂത്തുള്ള, പള്ളികൾ എന്നതിന് അള്ളാഹുവിൻ്റെ വീടുകളെന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖതാദ റഹ്മഹുല്ലാ പറയുന്നത് കാണാം, അൽ മസാജിദു അമറഹുല്ലാഹു സുബ്ഹാനഹു വ തആല ബിബിനാഇഹ വ അമാറത്തിഹ വ റഫ്ഇഹ വ തത്ഹീരിഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികൾ നിർമ്മിക്കാനും അതിനെ പരിപാലിക്കാനും അതിനെ കെട്ടിപ്പൊക്കാനും അതിനെ ശുദ്ധീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആര് പറയുന്നുണ്ട്? ഖതാദ റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അപ്പോൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു എന്ന് പറഞ്ഞിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പള്ളി പരിപാലനമാണ്. ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ മന്ദിരമാണ് പള്ളി. ആ പള്ളി പിന്നെ പരിപാലനത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് പള്ളി പരിപാലനത്തെയും അത് ശുദ്ധീകരിക്കണേയും ആ കെട്ടിപ്പൊക്കണേനുമൊക്കെ ആര് പഠിപ്പിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം അത്ര സ്ഥാനം അതിന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മന്ദിരം ഉണ്ടാക്കി തന്നു. ആ മന്ദിരത്തെ പരിപാലിക്കുന്ന കുറേ ആളുകളെയും അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പള്ളികളിൽ ഇബാദത്ത് ചെയ്യുന്ന കുറേ ആളുകളെയും അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇത്തരം പള്ളി പരിപാലിക്കുന്ന, അതിൽ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് നാളെ സ്വർഗലോകത്ത് അതേപോലെ ഒരു പള്ളിയും അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. എന്താ തെളിവ്? മൻ ബന മസ്ജിദൻ യബ്തഖി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അള്ളാഹു തആല സ്വർഗത്തിലും അതുപോലെ ഒരു ഭവനം, അള്ളാഹു തആല ഒരു പള്ളി അവന് നിർമ്മിച്ചു കൊടുക്കും എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം. മാത്രമല്ല ഈ ഭൂമുഖത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണേത്? പള്ളികൾ എന്ന് പറയുന്നത്. അഹബ്ബുൽ ബുഖാ ഇലല്ലാഹ് മസാജിദുഹ, ഭൂമുഖത്തെ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് ആ പിന്നെ പള്ളികൾ എന്ന് പറയുന്നത്. വ അബ്ഗളുൽ ബുഖാ, ഭൂമിയിലെ ഏറ്റവും അള്ളാഹുവിന് കോപ്പമുള്ള പ്രദേശമാണ് ഇലല്ലാഹ് അസ്വാഖുവ, അതിലെ മാർക്കറ്റുകൾ, അങ്ങാടികൾ എന്ന് പറയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അപ്പോൾ പള്ളികൾ എന്തുണ്ട്? സ്വർഗത്തിൽ ആ പള്ളി പരിപാലിക്കുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു വീട് പണിത് കൊടുക്കും. അതേപോലെ തന്നെ എത്ര തെറ്റുകുറ്റങ്ങളും പാപങ്ങളും നിറഞ്ഞ ഒരു മനുഷ്യൻ ആ പള്ളിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് അവിടെ ആ പാപമോചനം തേടി
തേടിയാൽ അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതും പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആ പള്ളികളിൽ ബാങ്ക് ഉയർത്തപ്പെടാൻ അതാൻ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പള്ളികൾ നമ്മൾ എങ്ങനെയാണ് ഇന്ന് അതിനെ പരിപാലിക്കുന്നത് എന്നതാണ് വിഷയം. എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുന്ന ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതും ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിലുള്ള ഒരിത് പള്ളി നിർമ്മിച്ചാൽ മാത്രം പോരാ, കെട്ടിപ്പോക്കണം. അതിന് പ്രാധാന്യമുണ്ട്, അതിന് മഹത്വമുണ്ട്, അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്, ഒക്കെ ശരി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അൻതുർഫ, പള്ളികൾ കെട്ടിപ്പൊക്കണം, അത് ഇസ്ലാമിൻ്റെ ഒരു ഷിആറാണ്, ഒക്കെ ശരി. അതോടൊപ്പം കെട്ടിപ്പൊക്കിയാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം, വയുദ്കറ ഫീഹ ഇസ്മു, അള്ളാഹുവിൻ്റെ നാമം ആ പള്ളികളിൽ ഉച്ചരിക്കപ്പെടുകയും വേണം. അഥവാ ഏറ്റവും വലിയ ദിക്ർ ഏതാ, നമസ്കാരം അല്ലേ? അപ്പം ആ നമസ്കാരം അവിടെ നിർവഹിക്കണം. പിന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തിലാവത്തും ഖിറാഅത്തും ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കണം. അത്തരം ദർസുകൾ ആ പള്ളിയിൽ ഉണ്ടാവണം എന്നൊക്കെ ഏതിലും സൂചനയുണ്ട്. അൻ യുദ്കറ ഫീഹ ഇസ്മുഹു എന്ന് പറഞ്ഞിടത്ത് കേവലം എന്താ തെളിവ്, ആ പള്ളി എല്ലായിടത്തും മിമ്പറിന്റെ മുന്നിൽ പല പള്ളികളിലും എഴുതി വെച്ച് കാണാം, വ അന്നൽ മസാജിദ ലില്ലാ, പിന്നെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അവിടെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും നിങ്ങൾ വിളിച്ച് അള്ളാഹുവോടൊപ്പം മറ്റൊരാളോടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം പ്രവാചകൻ പഠിപ്പിക്കുന്നത് അല്ലേ. ആ നിസ്കരിക്കാൻ വരുന്നവര്, അവിടെ ഖുർആൻ ക്ലാസ്സിന് വരുന്നവര്, അവിടെ ദിക്ർ ചെയ്യാൻ വേണ്ടി വരുന്നവര്, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വരുന്നവര്, അവരൊക്കെ അതിൻ്റെ ഉമ്മാർ എന്ന ഗണത്തിൽപ്പെടും എന്നുള്ള. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഫതൂബാ ലി അബ്ദിൻ തതഖറ ഫീ ബൈതി സുമ്മ ദാറനി ഫീ ബൈതി ഫഹക്കുൻ അലൽ മസൂർ അൻ യുക്രിമ സാഇറഹു എന്നാണ്. അതുകൊണ്ട് ശുദ്ധിയാಗಿ അഥവാ വുളു എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും എന്നിട്ട് എൻ്റെ ഭവനത്തെ സന്ദർശിക്കുകയും അങ്ങനെയുള്ള ഒരാൾക്ക് ആ സന്ദർശകനെ ആദരിക്കുക എന്നത് എൻ്റെ അവകാശമാണ് എന്ന് അല്ലാഹു തആല പറയുന്നതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പള്ളികൾ എന്ത് ചെയ്യണം, അത് പരിപാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കി നിങ്ങൾ. നബി ആദ്യം തന്നെ എന്താ ഉണ്ടാക്കിയത്, ഹിജറ വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ആദ്യം ഉണ്ടാക്കിയ പള്ളി ഏതാ, ഖുബായിലെ പള്ളിയാണ്. മദീനയിലെ പള്ളിയാണോ? അല്ല. മദീനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഹിജറയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നിർമ്മിച്ചത് ഖുബായിലെ പള്ളിയാണ്. അതുകൊണ്ടാണ് ആ ഖുബായിലെ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും പോയിട്ട് നബി എന്ത് ചെയ്യും, നമസ്കരിക്കും. അങ്ങനെ നമസ്കരിക്കൽ ഒരു സുന്നത്തും കൂടിയാണ്. നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പം ഒളു ഉണ്ടാക്കിക്കൊണ്ട് ആ ഖുബായിൽ പോയി നമസ്കരിച്ചാൽ അതിന് പ്രത്യേകം ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ. അപ്പം ആ ഖുബായിലെ പള്ളിക്ക് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഈ ഹജ്ജിൻ്റെ കൂലി കിട്ടും, ഉംറയുടെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജല്ല, ഉംറയുടെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയുദ്കറ ഫീഹ ഇസ്മുഹു എന്ന് പറഞ്ഞിടത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമം അവിടെ സ്മരിക്കപ്പെടണം. നമസ്കാരം മുഴുക്കെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുകയാണ് അല്ലേ. നമസ്കാരം അതിൻ്റെ അള്ളാഹു അക്ബർ തുടങ്ങി, ആ ഉളൂടുക്കൽ തുടങ്ങി, ആ ബാങ്കു ഇഖാമത്തും കഴിഞ്ഞ് അതിൻ്റെ അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി തുടങ്ങി അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുന്ന വരെയുള്ള ഓരോ കാര്യവും എന്താണ്, അള്ളാഹുവിൻ്റെ ദിക്റാണ് അതിലുള്ളത്. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കൂ, ഒക്കെ അള്ളാഹുവിൻ്റെ ദിക്റാണ്. ആ അള്ളാഹുവിൻ്റെ ദിക്റ് ജമാഅത്തോടു കൂടി നിർവഹിക്കണം എന്നാര് പഠിപ്പിക്കേണ്ട? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കേണ്ടത്. എന്താ തെളിവ്? വർക്കഉ മഅർ റാക്കിഈൻ അല്ലേ. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കണം. നമ്മുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്കിപ്പം 10-60 വയസ്സായി. ഈ 60 വയസ്സ് കാലഘട്ടത്തിൽ ഞാൻ
കൃത്യമായി ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി എത്ര ടൈം നീക്കിച്ചുണ്ടാവും? വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ അല്ലേ? ഈ അവസ്ഥ തന്നെ 10 മിനിറ്റിൽ വൈകാൻ പാടില്ല. അപ്പം അതൊക്കെ പാടങ്ങിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ആകെ ഒരു ഉള്ളനടിയിൽ കൊള്ളുന്ന സമയം ഉണ്ടാവും. ഈ കയ്യിൽ കൊള്ളുന്ന സമയം നമുക്ക് നമസ്കാരത്തിന് കിട്ടും. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും ഉല്ലസിക്കാനും പിന്നെ ജ്യൂസ് കുടിക്കാനും പിന്നെ ടൂറ് പോവാനും വിനോദത്തിനും എത്ര സമയം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവും. ഈ നമസ്കാരത്തിന്, ഒരു ജമാഅത്ത് നമസ്കാരത്തിന് ചിലപ്പോൾ നമ്മളത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഇത്തരം ആളുകളെ പിന്നെ പള്ളിൻ്റെ പരിപാലകർ എന്ന ഉമ്മാർ എന്ന പറഞ്ഞ അതിൽ പെടുമോ പെടില്ലേ നാം ചിന്തിക്കേണ്ടതാണ്. പിന്നെ യഥാർത്ഥ വിശ്വാസികൾ ആ പള്ളി കാണുമ്പോൾ ആഹ്ലാദമുള്ളവരാണ്. നമുക്ക് അങ്ങനെ ഒരു ആഹ്ലാദം നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ടോ? അല്ലേ? നമ്മൾ ചിലപ്പോൾ അർശിൻ്റെ തണലേകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ടവർക്ക് എന്താ കൂലി? നാളെ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിലൊരു വിഭാഗമാണ് അവർ. അത്തരം ഒരു ജനവിഭാഗത്തിൽ ഞാനും നിങ്ങളും അതിൽ മെമ്പറാകുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. അതേപോലെ നമുക്ക് എന്നും ടെൻഷനാണ്, എന്നും ചിന്തയാണ് അല്ലേ? എന്തോ ഒരു മനോവിഷമം, വ്യത, ദുഃഖം അല്ലേ? എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. ടെൻഷനായിട്ട് മരിക്കുന്ന എത്ര ആളുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. വിഷാദം പിടികൂടി മരിക്കുന്ന ഒരുപാട് ആളുകൾ. അതിന് പരിഹാരമാണേത്? കൃത്യമായി 5 നേരത്തെ നമസ്കാരം വിശ്വാസത്തോടു കൂടി ആ ജമാഅത്ത് നിസ്കാരം നിസ്കരിച്ച ആ മനുഷ്യന് പിന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്നാ. ഒരു ടെൻഷനും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു വിഷമം വന്നാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? വേഗം പോയി ഒന്നുണ്ടാക്കി 2 റക്അത്ത് നമസ്കരിക്കും. അപ്പം ടെൻഷൻ, വിഷാദം, ഇത്തരം രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഒറ്റമൂലിയാണിത്. നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ. നമ്മളിൽ എത്ര പേരുണ്ട്? ഞാൻ എത്ര ജമാഅത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തിൽ അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യാ ബിലാൽ അഖ്മിസ് സ്വലാത്ത അരിഹനാ ബിഹ. ബിലാലെ ഇഖാമത്ത് കൊടുക്കൂ. എന്നിട്ട് നബി പറഞ്ഞത് എന്താ? ആ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് റാഹത്ത്, മനസ്സിനൊരു ആശ്വാസം, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട ബിലാലെ എന്നാണ് ആ ഇഖാമത്തിലൂടെ, ആ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ ബിലാൽ റളിയല്ലാഹുവിനോട് ആര് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. അപ്പം ആ നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനറിയാം. മനുഷ്യ മനസ്സിങ്ങനെ ആടും കിട്ടും ഇങ്ങനെ ആടിക്കളിക്കും അല്ലേ? കാറ്റിൽ പുല്ല് പാറുന്നത് പോലെ, പഞ്ഞി പാറുന്ന പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും മനുഷ്യൻ്റെ മനസ്സ്. ഇപ്പം ഉണ്ടാവണ ചിന്തയല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടാവുക. ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവണ ആ ചിന്തയല്ല ക്ലാസ്സിൽ റൂമിൽ പോയി ആ മൊബൈൽ ഇങ്ങോട്ട് പിടിച്ചാണ്ടാവുന്ന ചിന്ത മാറും അല്ലേ? പെട്ടെന്ന് മാറും മനുഷ്യൻ്റെ മനസ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ആ 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, ആ കൽബിനെ പിടിച്ച് പിന്നെ അങ്ങോട്ടും ഇളക്കാതെ ചാഞ്ചല്യമില്ലാതെ പിടിച്ചു നിർത്താൻ ആ നമസ്കാരത്തിന് അഥവാ സിക്റുള്ളക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അപ്പം എങ്ങനെ നമ്മൾ പള്ളിയെ പരിപാലിക്കണം? അതിലൊന്നാമത് വേണ്ടത് എന്താണ്? നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക. രണ്ടാമത്തെ അതിൻ്റെ തെളിവ് വർക്കവുമാറാക്കിയും. രണ്ടാമത്തൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ സല്ലാ സ്വലാത്ത സുബ്ഹ് ജമാഅത്തൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. നോക്കിങ്ങള്, സുബ്ഹ് നമസ്കാരം, ഫജ്ർ നമസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ആ ദിവസം അള്ളാഹുവിൻ്റെ കാവലിലാണ് ആ മനുഷ്യന. എന്നോടാണ് പഠിച്ചോനാ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഞാനിപ്പോൾ ഇന്ന് സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടോ? എന്തേ എനിക്ക് ടെൻഷൻ ഉണ്ടാവാൻ കാരണം? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ തകരാറുണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ വ്യതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിറയാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് നിർവഹിക്കേണ്ട സുബ്ഹ് നിസ്കാരത്തിൽ ഭംഗം വരുത്തി നിസ്കരിച്ചിട്ടുണ്ടാവും റൂമിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലേ, കാക്ക കുത്തി മറിയണ പോലെ. അതല്ല, ജമാഅത്തായിട്ട് ആ കൃത്യസമയത്ത് പോയി ആ ഫജ്ർ നിസ്കാരമാണ് നിസ്കരിച്ചാൽ നിങ്ങളുടെ മുഖത്തിനൊരു ബഹജത്ത്, ഒരു പ്രകാശം. സുബ്ഹ് നിസ്കരിച്ചണോന്ന് അവൻ്റെ മുഖത്തോ നോക്കിയാൽ മതി. അവിടെ അറിയുന്ന ഒരു വിശ്വാസിയുടെ മുഖത്ത് ആ പിന്നെ ഇതിൻ്റെ പ്രകാശം, നമ്മുടെ വിഷയം തന്നെ പ്രകാശമാണ്, ആ സുബ്ഹ് നിസ്കരിച്ച പ്രകാശം അവൻ്റെ മുഖത്തുണ്ടാവും എന്നുള്ളത്. അപ്പം ജമാഅത്തായിട്ട് സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുന്നവനാണ് പള്ളിയെ പരിപാലിക്കുന്നവൻ. മൂന്നാമത്തൊന്ന് ജുമഅ. സാധാരണ ജുമയൊക്കെ നമ്മൾ അവഗണിക്കുന്ന ഒരു രംഗാണ്.
മൻ തറക്കഹ തഹാവുനൻ തബ അല്ലാഹു അലാ ഖൽബി. ജുമാ ഒരാള് അതിങ്ങനെ ആലസ്യത്തോടുകൂടി പിന്നെ ഒരു ലാഘവത്തോടു കൂടിയാണ് ഒരു ജുമാസ്കാരത്തെ ഒരാൾ കാണെങ്കിൽ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു പൂട്ടി ശീലിയുന്ന പിന്നെ ഒരു നന്മയും അതിലേക്ക് പ്രവേശിക്കില്ല. അപ്പം ജുമാ വളരെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടു കൂടി നാം നിർവഹിക്കേണ്ട ഇതാണ് പള്ളിയെ പരിപാലിക്കുന്നതിലുള്ള മറ്റൊന്ന്. അതേപോലെ തന്നെ പള്ളി വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ ഇപ്പം ഒരു ക്ലീനക്സോ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ഐക്കോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പള്ളി വൃത്തിയാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതും അതിനെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവിടെ വെച്ച് വേണ്ടാത്ത സംസാരിക്കാതിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മഅസിയത്ത് ചെയ്യാതിരിക്കുക, അത്തരം സംസാരത്തിൽ ഒന്നും ഇടപെടാതിരിക്കുക എന്നുള്ളതും പള്ളി പരിപാലനത്തിൻ്റെത്. പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ചില ഭക്ഷണ സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണ കാണാം, മൻ അക്കലൽ ബസ്ല വസ്സൂമ വൽ ഖുറാസ, ഉള്ളി, അതേപോലെ തന്നെ സൂമ എന്താ വെള്ളുള്ളി അല്ലേ, അങ്ങനെ അതൊക്കെ തിന്നുകാട്ട് വലാ യക്രിബന്ന മസ്ജിദന, നമ്മുടെ ഈ പള്ളിയിലേക്ക് അടുക്കരുത്. കാരണം എന്താ പറയുന്നത്? ഫഇന്നൽ മലായികത തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും? മലായിക്കത്തിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന. അപ്പം നമ്മൾ ഉള്ളി പോലുള്ള ആളുകൾക്ക് വെറുപ്പുണ്ടാവണ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പള്ളിയിലേക്ക് വളരെ ഹുസൂസീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ, ആ പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് നല്ലതൊക്കെ ധരിക്കാം, പിന്നെന്ത് ചെയ്യാം? അതിനിപ്പോൾ അതൊക്കെ മതി, ആ കീറി പൊളിഞ്ഞ ആ തുന്നിക്കുട്ടിയ വസ്ത്രമൊക്കെ മതി എന്ന ഒരു ധാരണയാണ് എൻ്റെ നിങ്ങളെ മനസ്സിൽ. അള്ളാഹ് പറയണതോ, നിങ്ങൾ ആ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ഉപയോഗിക്കേണ്ടത്, സീനത്തുള്ള വസ്ത്രം ഉപയോഗിക്കേണ്ടത് എന്ന് അള്ളാഹു തആല പറയുന്നു. അതാണ് പള്ളി പരിപാലനം എന്ന് പറയുന്നത്. പിന്നെ ആ പള്ളിയിൽ അടിച്ചു വരിക എന്നുള്ളത് അതിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതും വലിയ പിന്നെ പ്രാധാന്യമുള്ളതാണ്. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് പള്ളി അടിച്ചു വരുന്ന ഒരു കറുത്ത സ്ത്രീ, മറ്റൊരു റിവായത്തുള്ളത് ഒരു കറുത്ത മനുഷ്യൻ, ഖാദിമായ മനുഷ്യൻ, അയാൾ പള്ളി ഇങ്ങനെ അടിച്ച് കുറച്ചു കാലം നബി കാണാതായപ്പോൾ ചോദിച്ചു അയാൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മാത്ത, അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. കാല, അപ്പം സഹാബികളോട് നബി പറഞ്ഞു, അഫല കുന്തും മാതൻ തുമു നബി, എന്തെങ്കിലും എന്നെ വിവരം അറിയിക്കാഞ്ഞ്, ഇങ്ങനെ മരിച്ചിട്ട് എന്തേ വിവരം അറിയിക്കാഞ്ഞ്, എന്നിട്ട് അയാളുടെ ഖബർ കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി അടിച്ചു വാരിയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ മനുഷ്യൻ, ആ കറുത്ത മനുഷ്യൻ അല്ലെങ്കിൽ ആ കറുത്ത സ്ത്രീ, രണ്ട് റിവായത്തുണ്ട്. അപ്പോൾ അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പിന്നെ മയ്യത്ത് നമസ്കരിച്ചു. ഒരു വള്ളി വൃത്തിയാക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരു നേതാവ് നമസ്കരിച്ചു എന്നത് നമുക്കാണ്. അപ്പോൾ ആ പള്ളിയുടെ ആ മഹത്വവും അതിൻ്റെ പരിപാലനവുമാണ് അതിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, ആ പള്ളിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന കുറേ അമലുസാലിയാത്ത്, ഇതൊക്കെ അമലുസാലിയാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അമലുസാലിയാത്തുകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ അമലുസാലിയാത്ത് ചെയ്താൽ അതുകൊണ്ട് എമ്മക്ക് എന്താ? അപ്പം പള്ളിയിൽ പോയി ഒരാൾ നമസ്കരിച്ചു, അവർ അമലുസാലിയാത്താണ്. ആ പള്ളി വൃത്തിയാക്കി, ഒരു അമലുസാലിയാത്താണ് അല്ലേ? ഒരാളെ പള്ളിയിലേക്ക് നമ്മളെ വാഹനത്തിൽ എത്തിച്ചു കൊടുത്തു, അതൊരു അമലുസാലിയാത്താണ്. അമലുസാലിയാത്തിൻ്റെ പിന്നെ ആ ഗണം എണ്ണിയാൽ ഒതുങ്ങൂല. അപ്പം അങ്ങനെ ഒരാൾ അമലുസാലിയാത്ത് ചെയ്താൽ അയാൾക്ക് എന്താ ഗുണം കിട്ടാൻ പോണത്? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾക്ക് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ? അയാളുടെ എല്ലാ കാര്യത്തിലും ഇപ്പം സുബി ശരിക്കാണ് നമസ്കരിച്ചാൽ, അസർ നമസ്കരിച്ചാൽ, ജമാഅത്തായി നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇങ്ങനെ പിന്നെ വർഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ ഖുർആൻ ക്ലാസ്സിന് എന്താ ഇപ്പം ഇതിൻ്റെ പ്രാധാന്യം? ഈ ഖുർആൻ ക്ലാസ് നിങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് പങ്കെടുത്തതെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളെങ്ങനെ പൊതിയുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മളെ പൊതിയും. ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. രണ്ടാമത്തൊന്ന്, ഇങ്ങനെ അമലുസാലിയാത്ത് ചെയ്യുമ്പോൾ നമുക്ക് മഴ വർഷിക്കാൻ അത് കാരണമാവും. ഏറ്റവും വലിയ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ വെള്ളം, മഴ കിട്ടുക എന്നുള്ളത്. മാത്രമല്ല, മനുഷ്യന് ഇഹത്തിലുള്ള ജീവിതം തന്നെ സുഖകരമായി ഒരു സുഖമുള്ള ജീവിതം കിട്ടാൻ എന്ത് കാരണമാണ്? അമലുസാലിയാത്ത് കാരണമാണ്. എന്താ തെളിവ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. ഒരാൾ വിശ്വാസിയായിക്കൊണ്ട് അമലുസാലിയാത്ത് പ്രവർത്തിച്ചാൽ അവൻ എന്ത് കിട്ടും? വഹുവ മുഅ്മിൻ, അവിടെ പ്രത്യേകം അടി വരണം.
വിശ്വാസിയായിക്കൊണ്ട് അമലു സാലിയാത്ത് പ്രവർത്തിച്ചാൽ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും? അവന് സുഖകരമായ ജീവിതം നൽകും. പരലോകത്തോ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ള. അപ്പൊ നോക്കി നിങ്ങൾ, നമുക്കാകെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ തുച്ഛാണ്. എണ്ണി തിട്ടപ്പെടുത്തി നമ്മളെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ബാക്കി എത്ര സമയം ഉണ്ടാവും? വളരെ വിരലെണ്ണാവുന്ന ഏതാനും ചില സമയങ്ങളാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ ചെയ്യുന്ന അതിൽ തന്നെ നമസ്കാരം പോലുള്ള അമലുസാലിയാത്ത്, നോമ്പ് സക്കാത്ത് പോലുള്ള അമലുസാലിയാത്ത് വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് ചെയ്യണത്. അങ്ങനെ ചെയ്ത ആ അമലുസാലിയാത്ത് വിശ്വാസത്തോടു കൂടി ഒരാൾ ചെയ്താൽ അയാൾ മരിച്ചാൽ അയാൾക്ക് ഉപകാരപ്പെടുന്ന 3 കാര്യം, ബാക്കിയൊക്കെ മുറിഞ്ഞു. അതിലൊന്ന് അമലുസാലിയാത്തുടെ കൂട്ടത്തിൽ സദക്കത്തുൻ ജാരിയ, പറയണ്ടല്ലോ, ജാരിയായ സദക്ക. രണ്ടാമത് ഇപ്പം നമ്മളിരിക്കണ ഈ സദസ്സ് ഇൽമുൻ യുൻതഫഉ ബിഹി, ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് മറ്റൊരാൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ അതും എന്ത് ചെയ്യും? നാളെ നമുക്ക് മരണത്തിന് ശേഷം നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. മൂന്നാമത്തൊന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ വലതുൻ സാലിഉൻ യദ്ഉ ലഹു. ഇത് മൂന്നല്ലാത്തതോ ബാക്കിയൊക്കെ എന്തു പോവും? ആ മരണശേഷം ബന്ധമറ്റ് പോകും എന്നുള്ളതാണ്. പക്ഷേ ആലോചിച്ച് നോക്കുങ്ങളെ, മരിക്കണ സമയത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ കൊതി എന്താ? മരണം ഒരാൾക്ക് വന്നെത്തിയാൽ ഹത്താ ഇദാ ജാഹദഹുൽ മൗത്ത്, മരണം വന്നെത്തിയാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കൊതി റബ്ബിർജിഉന, അല്ലേ? എല്ലാവരും ആഗ്രഹിക്കും. ആരാഗ്രഹിക്കും? വിശ്വാസി ആഗ്രഹിക്കും, അവിശ്വാസി ആഗ്രഹിക്കും. വിശ്വാസി എന്തിനാ ആഗ്രഹിക്കുന്നത്? മരണസമയത്ത് അയാൾക്ക് പോവാനുള്ള സ്വർഗം അല്ലാഹു തആല അവിടെയുള്ള അനുഭൂതികളും ആ അനുഗ്രഹങ്ങളും ഒക്കെ അല്ലാഹു തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി, ആ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അള്ളാഹു എനിക്ക് ദാനമായി റഹ്മത്തായി നൽകിയതാണ് എന്ന് കാണുമ്പോൾ അയാൾക്കൊന്നുകൂടി ഒരു വട്ടം കൂടി ദുനിയാവിലേക്ക് വന്നിട്ട് ഒന്നുകൂടി ഷഹീദായി പോവാൻ അയാൾക്ക് ആഗ്രഹമുണ്ടാക്കുന്ന ഒരു ഷഹീദ് ആഗ്രഹിക്കുന്ന, അല്ലേ? യുദ്ധത്തിൽ ഷഹീദായ, പിന്നെ ബദർ യുദ്ധം പോലുള്ള ആ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ ഒന്നുകൂടി ദുനിയാവിൽ വന്നിട്ട് രണ്ടാമട്ടും കൂടി ഒന്ന് ഷഹീദായിട്ട് പോകാൻ കാരണം അയാളുടെ ദറജ അത്രമാത്രമായിരിക്കും. പിന്നെ അവിശ്വാസിയായ മനുഷ്യനോ, ഓനപ്പ പറയും എനിക്കൊന്നുകൂടി നിസ്കരിക്കണം, ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി പടച്ചോനെ ജന്നെ മടക്കി തരണമേ. രണ്ടാമതോ, പടച്ചോനെ ഞാൻ സക്കാത്ത് കൊടുക്കാത്തവൻ ആഗ്രഹിക്കുന്നത് ഞാൻ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ജന്നൊന്ന് മടക്കി തന്നെ പടച്ചോനെ. ഖബറിൽ വെച്ച് ഇങ്ങനെയുള്ള ഇത്ര മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങളെന്ന് ആലോചിച്ചു. ഇപ്പൊ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ ഒക്കെ ആഗ്രഹം ഈ രൂപത്തിൽ, ഞാനൊന്ന് നോമ്പ് വെക്കട്ടെ മനുഷ്യനെ, അള്ളാഹുവേ, അല്ലേ? അള്ളാഹുവേ, ഞാനൊന്ന് സുബഹി നിസ്കാരം കൃത്യമായി ഇനി നിർവഹിച്ചു കൊള്ളാൻ പഠിച്ചോനെ എന്ന് ഖബറാളി ആഗ്രഹിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഖബറിലുള്ള മനുഷ്യന്മാർ പിന്നെ ഇങ്ങനെയുള്ള അവന് വന്നിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അതൊക്കെ തിരുത്തി പഠിച്ചവനെ ഞാൻ വീണ്ടും മടങ്ങി വരാം എന്ന് ആ മനുഷ്യൻ പറയുന്ന ബൽ ബദാലഹും മാ കാനൂ യഖ്ഫൂന മിൻ ഖബൽ, മുമ്പ് അവർ മറച്ചു വെച്ചിരുന്ന, അല്ലേ, ചെയ്യാതെ. ഇപ്പം ഞാൻ നോമ്പ് പറ്റണോ അല്ലെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഞാൻ ജമാഅത്തായി നിസ്കരിച്ചണോ അല്ലെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല, അല്ലേ? അപ്പം ഞാൻ മറച്ചു വെച്ച പല കാര്യങ്ങളും അതൊക്കെ എന്ത് ചെയ്യും? ആ മനുഷ്യന് ഇങ്ങോട്ട് വെളിവാക്കി കൊടുക്കും എന്നുള്ള. എന്നാലോ ഇങ്ങനെ പറയുന്ന മനുഷ്യന് വല റുദ്ദു, അവനൊരു തിരിച്ചു പോക്ക്, ഖബറിൽ വെച്ച് വീണ്ടും ദുനിയാവിലേക്ക് ഒരു തിരിച്ചു പോകാനുള്ള അവസരം നൽകിയാൽ ലആദു ലിമാ നുഹു അൻഹു, അവൻ നേരത്തെ അവന് വിരോധിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലേക്കൊന്നും വീണ്ടും മടങ്ങുന്നതാണ് അല്ലാഹു തആല പറയുന്നത്. വ ഇന്നഹും ലകാദിബൂൻ, അവരാ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, ആ യാഥാർത്ഥ്യത്തിനോട് നിരക്കാത്തതാണ് എന്ന് പറയുന്ന. അപ്പം ആലോചിച്ചു നോക്കൂ, ഇത് നമ്മളെ പറ്റി തന്നെയാണ് പറയുന്നത്. സുബഹി നമസ്കാരം കൃത്യമായി നിർവഹിക്കാതെ ജമാഅത്തിന് പള്ളിയിലെത്താത്ത എന്നെയും നിങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ, അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലേ? അള്ളാഹുവിൻ്റെ നാമം അഥവാ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ നമസ്കാരം തന്നെയാണ്. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ള. നോക്കൂ നിങ്ങൾ, സഹാബത്തിൻ്റെയൊക്കെ ചരിത്രം അവിടെയൊക്കെ നമുക്ക് കാണാം. ചില
സഹാബിമാരുടെ പിന്നെ താബീങ്ങളുടെയും ഒക്കെ ചരിത്രം പറയുന്നിടത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ സയ്യിദ് ബിൻ മുസയ്യബ് എന്ന് പറയുന്ന ഒരു താബി പണ്ഡിതനുണ്ട്. ആ താബി പണ്ഡിതന് പിന്നെ മരണമാസന്നമായപ്പോൾ അയാളുടെ മകള് കരയാണ്, വാപ്പക്ക് മരണാസന്നമായല്ലോ എന്ന് നിലവിളിക്കാൻ. അപ്പോൾ ആ വാപ്പ മകളോട് പറയാണ്, മരണാസന് കരയണ്ട. കാരണം എന്താ, 40 വർഷമായിട്ട് 40 വയസ്സായിട്ട് ആ പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ പള്ളിൻ്റെ അകത്തുണ്ടായിരുന്നു, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതുകൊണ്ട് മോളെ നീ കരയണ്ട. നോക്കി നിങ്ങൾ, ഇങ്ങനെ ഒരു വാപ്പയായി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും സഹോദരന്മാർ. എവിടെ കഴിയണു അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പം ഈ രൂപത്തിലാണ് പിന്നെ താബികളുടെയും സഹാബി വര്യന്മാരുടെയും ഒക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അഅ്മശ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കാണാം. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ ഫാത്തനി തക്ബീറത്തുൽ ഇഹ്റാം. നമ്മൾ നമസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ അല്ലേ, ആ തക്ബീറത്തുൽ ഇഹ്റാം മഅൽ ജമാഅത്തി 50 സന, 50 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആ നമസ്കാരം സലാത്തുൽ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാം ഞാനൊക്കെ ചിലപ്പോൾ പോവും, ഇവിടെ 1-2 റക്അത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെങ്ങനെ പോലെ ആ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങണ ആ ഇതില് ആ നമസ്കാരം മുന്നിലെ സഫിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് സഹോദരന്മാരെ. 50 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അഅ്മശ് എന്ന പണ്ഡിതൻ പറയുന്നു. ആലോചിച്ച് നോക്കുങ്ങളെ, ഇതാണ് ഇന്ന് മുസ്ലിം ലോകത്ത് പരീക്ഷണങ്ങൾ വരാൻ കാരണം എന്ന് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു കവിയില്ലേ, നിങ്ങൾ കേട്ടില്ല കവിന്? ഉറുദുവിലുണ്ടായ കവിത, എല്ലാ ഭാഷയിലും അയാളെ കവിത ഉണ്ട്. അയാൾ ഒരിക്കൽ കോർദോബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ സന്ദർശിക്കാൻ പോവാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യന്മാരുടെ അവസ്ഥയും, അവിടെയുള്ള ഒരു വലിയ ജുമാഅത്ത് പള്ളിയുണ്ട്. ആ ജുമാഅത്ത് പള്ളിയിലേക്ക് അയാൾ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ആ ജുമാഅത്ത് പള്ളിയിൽ എന്താണ്, വേശ്യാവൃത്തി നടത്തുന്ന രൂപത്തിലുള്ള ആള്, അതിനാണ് പള്ളി ഉപയോഗിക്കുന്നത്. അതേപോലെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുകളും ഒക്കെ വിൽപ്പനക്കുള്ള ഒരു ഏരിയ ആക്കിയിട്ടുണ്ട് അത് പള്ളിയും പള്ളിയുടെ പരിസരവും. ബാങ്ക് കൊടുത്താൽ അതിൽ നമസ്കരിക്കാൻ ഒരു കുറ്റിയുമില്ല. ഇങ്ങനെ പല പള്ളികളൊന്നുമില്ലേ? ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബാബരി മസ്ജിദ് എന്തുകൊണ്ട് തകർക്കപ്പെട്ടു? നമ്മളൊക്കെ പറയും മറ്റോല് അത് ഇത് എന്ന്. അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ യുക്തി എന്താ? അവിടെ നമസ്കരിക്കാൻ പ്രാക്കളല്ലാതെ പക്ഷികളല്ലാതെ ഒരു കുട്ടി അതിൻ്റെ ഉള്ളിലില്ല. പ്രാവിൻ്റെ കാഷ്ടം നിറയുണ്ടാവും. ചിത്രം കാണുമ്പോൾ നമുക്ക് വലിയ പള്ളിയാണ്. അതുകൊണ്ടാണ് അവർ ധൈര്യപ്പെടുന്നത്. നിങ്ങൾ ശരിക്കാണ് നമസ്കരിച്ച് നോക്കി, അള്ളാൻ്റെ കാവലാട് കിട്ടും. ആര് വന്നാലും റബ്ബിൻ്റെ ഒരു കാവൽ കിട്ടും. ആ റബ്ബിൻ്റെ കാവൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? പരീക്ഷണം വരുന്നതുകൊണ്ടാ? നമ്മുടെ തകരാറാണ്. പള്ളി നമ്മളിങ്ങനെ വലിയ പിന്നെ കൊട്ടാരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ന രാജാവിൻ്റെ കാലത്ത് ഇന്ന രൂപത്തിൽ വളരെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ നമ്മളങ്ങോട്ട് പറഞ്ഞ് പണിയും. പക്ഷേ അതിൽ പോയി നിസ്കരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അപ്പം പള്ളി പരിപാലനം എന്ന് പറഞ്ഞിട്ട് രണ്ട് വാതിൽപ്പൊളി ഉണ്ടായിരുന്നു. ഒന്ന് ഭൗതികമായ വാതിൽപ്പൊളി, അതാണ് ഭാഗം. ഭൗതികമായ ഭാഗം എന്ന് പറഞ്ഞാൽ പള്ളി നിർമ്മിക്കുക, കല്ലും ഒക്കെ വെച്ച് അതിന് സമ്പത്തൊക്കെ ചെലവഴിച്ച് പള്ളി. രണ്ടാമത്തെ ഒരു പരിപാലനം എന്ന് പറഞ്ഞത് പിന്നെ ആത്മീയമായ പരിപാലനം. ആ ആത്മീയമായ പള്ളി പരിപാലനത്തിൽപ്പെട്ടതാണ് ഇത്. നമ്മൾ അവിടെ പോയി ദിക്റില്ല, ഖുർആൻ ഓതുക, ഖുർആൻ ക്ലാസ് നടത്തുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതൊക്കെ ആത്മീയമായ പള്ളിയുടെ പരിപാലനം. ഈ ആത്മീയമായ പരിപാലനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പല പള്ളികളും ഇന്ന് തകർക്കപ്പെടുന്നത്. അല്ലാതെ ശത്രുക്കളുടെ കഴിവുകൊണ്ടൊന്നല്ല, അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ്. അതാണ് ആ കവി ഇക്ബാൽ എന്ന കവി ആ കോർദോവയിലെ ആ കുർത്തുബ എന്ന് പറയുന്ന കോർദോവയിലെ ആ പള്ളിയുടെ ശോചനീയമായ അവസ്ഥ കണ്ട് അയാൾ പാടുന്ന ഏതാനും കവിതാ ശകലങ്ങളുടെ അറത്തഫീറ അദ്റകഹു ഹുമൂലുൻ വലൻ യബ്കൽ അസായിമു ഫി ഇസ്തിആലിൻ വഅസ്ബഅ ബഅദുകും മിൻ ഗൈരി നൂരിൻ വലാ സിഹ്രിൻ യതില്ലു മിനൽ മഖാലി വഇൻദൻ നാസി ഫൽസഫത്തുൻ വഫിക്റുൻ വലാകിൻ ഐന തൽഖീനുൽ ഗസാലി വജൽജലത്തുൽ അദാനി ബികുല്ലി ഹയ്യിൻ വലാകിൻ ഐന സൗത്തും മിൻ ബിലാലി വനാമിറുക്കും അലത്ത് ഫീ കുല്ലി സാഹിൻ
വമസ്ജിദുക്കും മിനൽ ഉബ്ബാദി ഖാലി എന്ന ആ പള്ളിയുടെ ഗേറ്റിലിരുന്ന് അയാൾ ചൊല്ലുന്ന ഒരു കവിതയുണ്ട്. എന്താണത്? ആ മനുഷ്യന്റെ ചിന്തകൾക്കൊക്കെ ആലസ്യം പിടികൂടിയിരിക്കുകയാണ്, മടി പിടികൂടിയിരിക്കുകയാണ്. അവരുടെ ദൃഢനിശ്ചയമൊന്നും കത്തിജ്വലിക്കുന്നില്ല. മനുഷ്യനൊരു അസായ്മുണ്ട്, ദൃഢനിശ്ചയം, അത് ചിന്തകൾ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കത്തിജ്വലിക്കണ അവസ്ഥ അതിനില്ല. മനുഷ്യൻ ഉപദേശിക്കണതൊക്കെ ഒരു അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശമില്ലാതെ അഥവാ ഹിദായത്ത് ഇല്ലാതെ വിശ്വാസമില്ലാതെയാണ് ജനങ്ങളൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് അല്ലേ? പിന്നെ വലാസീരിൻ, ആ ഖുർആൻ ക്ലാസ്സിൽ ഒരു ആകർഷണവും ഇല്ല. യത്തില്ലുമിനൽ മക്കാലി, അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെങ്ങനെ അവഗണിക്കും അല്ലേ? ആ പള്ളിയിൽ ഒരു ആകർഷണമില്ലാത്ത രൂപത്തിലുള്ള, ഒരു ഈമാനില്ലാത്ത, വിശ്വാസമില്ലാത്ത, ഹിദായത്തില്ലാത്ത രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ അവഗണിക്കുന്നു. വഇൻദന്നാസി ഫൽസഫത്തും വഫിക്റുൻ, ജനങ്ങൾക്ക് ഒരുപാട് ചിന്തകളും തത്വചിന്തകളും ഒക്കെയുണ്ട്. പക്ഷേ വലാക്കിൻ ഐന തൽഖീനുൽ ഗസാലി, ആ പള്ളിയിൽ ക്ലാസ് എടുത്തിരുന്ന ഇമാം ഗസാലിയുടെ അധ്യാപനം എവിടെ പോയി? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം ഗസാലി ഒക്കെ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനാ. അയാളാണ് അവിടെ ക്ലാസ് എടുത്തിരുന്നത്. അയാളുടെ അധ്യാപനങ്ങൾ എവിടെ പോയി? വജൽജലത്തുൽ അദാനി ബികുല്ലി ഹയ്യൻ, എല്ലാ പ്രദേശത്തും എല്ലാ മന്തക്കയിലും ബാങ്കുലി ശബ്ദം, അതിൻ്റെ ഗർജനം, അതിൻ്റെ മുഴക്കം ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. വലാക്കിൻ ഐന സൗത്തും മിൻ ബിലാലി, മഹാനായ ബിലാലിൻ്റെ ആ ബാങ്കുലി ശബ്ദത്തിൻ്റെ ആ സുന്ദരമായ ആ ബാങ്കുലി ശബ്ദം എവിടെ പോയി? അത് പള്ളികളിൽ നിന്നില്ല. ആളുകൾ ഇങ്ങനെ കൂലിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ മനാമിറുക്കും അലത്ത് ഫി കുല്ലി സാഇൻ, എല്ലാ പ്രദേശത്തും സമചതുരത്തിൽ മിമ്പറുകൾ ഇങ്ങനെ എന്താണ് മനാബിർ എന്ന് പറഞ്ഞാൽ മുനാരം, ആ മുനാരങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. വമസ്ജിദുക്കും മിനൽ ഉബ്ബാദി ഖാലി, ആ പള്ളികളിൽ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ വളരെ തുലോം കുറവാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ സ്മുഹു ഫിഹ അല്ലേ? അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടണം, അഥവാ നമസ്കാരം നിർവഹിക്കപ്പെടണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? റബ്ബിൻ്റെ പരീക്ഷണം എനിക്കും നിങ്ങൾക്കും വരും. അതാണ് നമ്മൾ കാണുന്നത് മുന്നിൽ എന്ന് പ്രത്യേകം അതാണ് പള്ളി പരിപാലിക്കേണ്ടതിന് രണ്ട് ഭാഗമുണ്ട്. വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയാൽ പോരാ. അറബികളെ പൈസ വാങ്ങിയിട്ട് നമ്മൾ റോഡരികിൽ ഇത് ഞങ്ങളെ പള്ളിയാണ് എന്ന് പറയാൻ വേണ്ടി കെട്ടിപ്പൊക്കിയാൽ പോരാ. മറിച്ച് അതിൽ പോയി നമസ്കരിക്കണം. ആ പള്ളി എന്തൊന്നിനാണോ നിർവഹിക്കപ്പെട്ടുള്ളത് അത് അവിടെ നടത്തണം. അല്ലെങ്കിൽ ഞാനും നിങ്ങളും അതിന് കുറ്റക്കാരാണ്, മറുപടി പറയേണ്ടി വരും. അതാണ് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഇസ്മുഹു. പിന്നെന്താണ്? വയുസബ്ബിഹു ലഹു ബിൽ ഗുദുവ്വി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ പോരാ, ഖിയാമത്ത് നാൾ വരെ തസ്ബീഹ് ചെല്ലണം. എന്താ ഖിയാമത്ത് നാൾ വരെ തസ്ബീഹ് ചെയ്യണം എന്ന് പറയുന്നത്? തെളിവെന്താ? അത് മുലാരിയായ ഫീലാണ് ഉപയോഗിച്ചത്. മുലാരിയായ ഫീൽ കണ്ടിന്യൂസിൻ്റെ അർത്ഥം കാണിക്കുന്നു. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കണം. സമയം മതിയില്ലേ? ഇനിയിപ്പം നഞ്ഞു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.